അമേരിക്കയിലെ ഭീകരാക്രമണവും ഡയാന രാജകുമാരിയുടെ മരണവും ഒക്കെ തന്നെ മുൻകൂട്ടി പ്രവചിച്ചു എന്ന് പറയപ്പെടുന്ന ഫ്രഞ്ച് ജ്യോതിഷിയും ഭിക്ഷക്കരനുമായിട്ടുള്ള നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളാണ് പിന്നെ വീണ്ടും ചർച്ചയാകുന്നത്. ഓരോ ഘട്ടത്തിലും നോസ്ട്രഡാമസിൻ്റെ ഓരോ പ്രവചനങ്ങളും ചർച്ചയാകാറുണ്ട്. അത് ഫലിച്ചുവെന്നും അത് കൂടുതൽ സാമ്യതയോടെ പൊരുത്തപ്പെട്ടു എന്ന രീതിയിലുമൊക്കെ തന്നെ വ്യാഖ്യാനങ്ങൾ വരാറുണ്ട്. ലോകം ഇന്ന് കടന്നു പോകുന്ന ആഗോള പ്രക്ഷുബ്ധതകൾക്കിടയിൽ നോസ്ട്രഡാമസിൻ്റെ 500 വർഷത്തിലധികം പഴക്കമുള്ള പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നുണ്ട്, അതിവേഗം വൈറലാകുന്നുണ്ട്. അതിനുള്ള കാരണവും ഏറെ വ്യക്തമാണ്. 1555 അദ്ദേഹം എഴുതിയ ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന തേനീച്ചക്കൂട്ടം എന്ന വാക്ക് ഇപ്പോഴത്തെ ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ, ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെയാണ് അദ്ദേഹത്തിന് അനുയായികൾ വ്യാഖ്യാനിക്കുന്നത്. തേനീച്ചകളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധമുണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, തേനീച്ചകളുടെ രൂപത്തിൽ തേനീച്ചകളെ പോലെ പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ അത്യാധുനിക ഡ്രോണുകളെക്കുറിച്ചാണെന്ന്, ചാവേർ ഡ്രോണുകളെക്കുറിച്ചാണെന്ന് പരാമർശമെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ക്വാട്രൈൻ 1:26 ഖണ്ഡികയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. വലിയൊരു തേനീച്ചക്കൂട്ടം ഉയർന്നു വരും, രാത്രിയിൽ പതിയിരുന്ന് ആക്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്രമിച്ചതിന് ശേഷം മരണവും സംഭവിക്കും. അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളെന്ന് പറയുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ ഇറാൻ കനത്ത ഡ്രോൺ ആക്രമണം നടത്തുന്നു. അതിനുശേഷം ഈ ഡ്രോണുകൾ തേനീച്ചക്കൂട്ടം പോലെ ഉയർന്നു വരുന്നു. അത് വന്ന് പതിച്ചതിന് ശേഷം പൊട്ടിത്തെറിക്കുന്നു. ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കണം ആ തേനീച്ചക്കൂട്ടം എന്ന രീതിയിൽ നോസ്ട്രഡാമസ് കുറിച്ചതെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ വ്യാഖ്യാനിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നതുവരെ ഈ വരികൾക്ക് കൃത്യമായൊരു അർത്ഥം ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പുടിൻ, ട്രംപ് തുടങ്ങിയ ലോക നേതാക്കളുടെ വളർച്ചയുമായി പലരും ഇതിനെ താരതമ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇങ്ങനെയാണ് നമുക്കതിനെ വ്യാകരണം നടത്താൻ സാധിക്കുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഡ്രോണുകളെക്കുറിച്ച് തന്നെയാണ് തേനീച്ചകൾ സൂചിപ്പിക്കുന്നതെന്നാണ് പുതിയ വ്യാഖ്യാനം. ശത്രുവിനെ കുത്തിക്കഴിഞ്ഞാൽ ചത്തുപോകുന്ന തേനീച്ചകൾ, അതായത് ലക്ഷ്യസ്ഥാനത്ത് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുന്ന വൺ വേ ഡ്രോണുകൾ, അതല്ലെങ്കിൽ കാമിക്കാസെ ഡ്രോണുകൾ, ഇതിനെയാണ് നിലവിൽ നോസ്ട്രഡാമസ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നത്. തേനീച്ച കുത്തിയതിനു ശേഷം മരിച്ചു പോകുന്നു. അതുപോലെ ഈ ഡ്രോണുകൾ ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു വീണ് പൊട്ടിത്തെറിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉപമ ഇന്നത്തെ യുദ്ധരീതിയുമായി ഏറെ പൊരുത്തം കാട്ടുന്നു എന്നാണ് വാദിക്കുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഡ്രോണുകൾക്ക് ഏറെ പങ്ക് വഹിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുദ്ധമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നാം കാണുന്നതും. അമേരിക്കയുടെ ആദ്യത്തെ കാമിക്കാസെ ഡ്രോൺ യൂണിറ്റ് ആയിട്ടുള്ള ടാസ്ക് ഫോഴ്സ് സ്കോർപിയോണിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രോണുകളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. ഇറാനിയൻ ഷാഹിദ് ഡ്രോണുകളുടെ മാതൃകയിലുള്ള ഇവയ്ക്ക് ഒന്നിന് $35,000 ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഏറെക്കാലമായി ഷാഹിദ് ഡ്രോണുകളെ നിരീക്ഷിച്ചു വന്ന അമേരിക്ക ആ സാങ്കേതിക വിദ്യ തന്നെ വികസിപ്പിച്ചുകൊണ്ടാണ് സ്വന്തമായി ലോയിറ്ററിംഗ് ഡ്രോണുകൾ നിർമ്മിച്ചെടുത്തത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അഡ്മിറൽ ബ്രാഡ് കൂപ്പറിൻ്റെ പ്രസ്താവന അനുസരിച്ച് കണക്ക് കൂട്ടാൻ പോലും കഴിയാത്ത തരത്തിൽ എണ്ണമറ്റ തരത്തിലുള്ള വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ ഇറാൻ്റെ യുദ്ധശേഖരത്തിലുണ്ട്. അവർ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് ഏറെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഷാഹിദ് ഡ്രോണുകൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ എത്തുന്നതിന് മുൻപേ തന്നെ ലക്ഷ്യസ്ഥാനത്ത് വട്ടമിട്ട് പറന്നുകൊണ്ട് കനത്ത നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ കഴിയുന്ന ചാവേർ ഡ്രോണുകൾ, ഇത്തരമുള്ള വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ യുദ്ധഭൂമിയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെ ഒരു കാലയളവോളം പറന്ന് നിരീക്ഷണം നടത്തി ശരിയായ സമയം കണ്ടെത്തി ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ, ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കാൻ കഴിയുന്നതാണ് ഇവ. ചിലവ് കുറവായതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഏറെ എണ്ണം ഉപയോഗിക്കാനായി ഇതിന് സാധിക്കും. ഇത് യുദ്ധത്തിലെ കരുത്തുറ്റ ആയുധമാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈനികരുടെ ജീവൻ ആളപായമില്ലാതെ തന്നെ ഇതിനെ കരുത്തുറ്റതാക്കാനും ചിലവ് കുറഞ്ഞതാക്കാനും മാറ്റാൻ കഴിയുന്നതുകൊണ്ട്, ശത്രുവിന് കനത്ത പ്രഹരം നൽകാൻ കഴിയുന്നതുകൊണ്ട് ഇവയെ ഒരു തന്ത്രപ്രധാന ആയുധമാക്കി തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ ഈ വളർച്ച ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ വ്യോമാക്രമണം നടത്താൻ യുദ്ധവിമാനങ്ങളായിരുന്നു മുൻപന്തിയിൽ. വലിയ സൈനിക സംവിധാനങ്ങൾ, സന്നാഹങ്ങൾ ആവശ്യമായിരുന്നു. കരയുദ്ധമായിരുന്നു മറ്റൊരു തലത്തിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ കരയുദ്ധമല്ല, മറിച്ച് വ്യോമയുദ്ധമാണ് പല മേഖലകളിൽ നടക്കുന്നത്. യുദ്ധവിമാനങ്ങൾ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് പായിക്കുന്നത്. ചെറിയ ഡ്രോണുകൾ ഏറെ എണ്ണമായി തന്നെ, നൂറുകണക്കിന് ഡ്രോണുകൾ തന്നെ പായിച്ചുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തി നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ പിന്തുണയ്ക്കുന്ന മിലിഷ്യ ഗ്രൂപ്പുകൾ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹൂതികളായിക്കോട്ടെ, ഹമാസ് ആയിക്കോട്ടെ, ഈ സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്.
ഇറാഖിലെ ചില ഷിയ സായുധ ഗ്രൂപ്പുകൾ തുടങ്ങിയവയും ഈ ഡ്രോണുകൾ പ്രധാന ആയുധമായി സ്വീകരിക്കുന്നു. ഇതിലൂടെ യുദ്ധം കൂടുതൽ കടുത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടെ നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങളുമായി ഈ യുദ്ധത്തെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു വാദം കൂടി കേൾക്കുന്നു. അതായത് 7 മാസത്തെ മഹായുദ്ധം എന്നൊരു സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം 2026 പറ്റി പറയുന്നുണ്ട്. ഇതിനിപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ടായിരിക്കുന്ന സംഘർഷവുമായി ചിലർ കൂട്ടിക്കെട്ടി വായിക്കുന്നു. ഒരു ദീർഘകാല യുദ്ധത്തെക്കുറിച്ച് നോസ്ട്രാഡാമസ് പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധമാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ഈ 7 മാസത്തെ വലിയ യുദ്ധത്തിൽ നിരവധി ആളുകൾ മരിച്ചു വീഴുമെന്നും അദ്ദേഹം പറയുന്നു. ഈ ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഈ ആക്രമണവും ഇതുമായി കൂട്ടിക്കെട്ടി വായിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത ഉയരുന്നുവെന്നാണ് പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ സംഭവവികാസം വന്നത് കാനഡയും ഈ പ്രതിസന്ധിയിൽ സൈനിക പങ്കാളിത്തം തള്ളിക്കളയാനാവില്ല, യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്ന സൂചന നൽകിയിരിക്കുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരുമായി നടന്ന ഒരു യോഗത്തിൽ സഖ്യകക്ഷികളോടൊപ്പം നിൽക്കുന്നതിൽ നിന്നും ഞങ്ങൾ പിന്മാറില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രസ്താവന പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധത്തിൽ സജീവമായി ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക കൂടി വർദ്ധിപ്പിക്കുന്നു. എങ്കിലും നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ചുള്ള വാദങ്ങളെല്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതും പറയേണ്ടതാണ്. പല ചരിത്രകാരന്മാരും ഗവേഷകരും ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല, അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്നത് ഒട്ടും തന്നെ വിശ്വസനീയമല്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് ഏത് സംഭവവും അവയുമായി ബന്ധിപ്പിക്കാൻ കഴിയും. അതായത് ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാങ്കല്പികമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ കവിതകളൊക്കെ തന്നെ രചിച്ചിരിക്കുന്നത്. നേരത്തെ രാഷ്ട്രീയ നേതാക്കളായി പറഞ്ഞത് എങ്ങനെയാണ് ആ തേനീച്ചക്കൂട്ടം ഇന്ന് ഡ്രോണുകളായി മാറിയത്, ആളുകൾ എങ്ങനെ ഉപകരണങ്ങളായി മാറി, ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും ലോകം ഇന്ന് വലിയ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഇത്തരം പഴയ പ്രവചനങ്ങൾ വീണ്ടും ജനശ്രദ്ധ നേടുന്നു എന്നുള്ളത് നമ്മൾ പല തവണയായി കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ വിനാശകരമായ പ്രതിസന്ധിയായി മാറുന്നു. ഡ്രോണുകൾ പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിൻ്റെ രൂപം തന്നെ മാറ്റിയെടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള പഴയ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. ലോകം എത്രത്തോളം അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. യുദ്ധം എത്രത്തോളം വ്യാപിക്കും, എത്ര കാലം നീണ്ടു നിൽക്കും, ലോകം സമാധാനത്തിനും സമ്പദ്വ്യവസ്ഥയ്ക്കും അതിൻ്റെ ആഘാതം എത്രത്തോളം സൃഷ്ടിക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊക്കെ കൂടാതെ 2026 കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി നോസ്ട്രാഡാമസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 3ാം ലോക മഹായുദ്ധം 2026 മധ്യത്തോടെ തുടങ്ങിയേക്കുമെന്ന് നോസ്ട്രാഡാമസ് പറഞ്ഞിരിക്കുന്നത്. മതത്തിൻ്റെയും ദേശീയതയുടെയും പേരിൽ ആളുകൾ പരസ്പരം കൊല്ലുമെന്നും മനുഷ്യൻ്റെ ഭാവിയിൽ അത്യന്തം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും 2026 കടന്നു പോവുക എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. ഇനി പറയുന്ന മറ്റൊന്ന് ഒരു കടൽ യുദ്ധത്തെക്കുറിച്ചാണ്. 2026 ഒരു സമുദ്ര ദുരന്തം ലോകത്തെ പിടിച്ചു കുലുക്കിയേക്കും. ഒരു വലിയ കപ്പൽ മുങ്ങുകയോ ഒരു നാവിക യുദ്ധം ആരംഭിക്കുകയോ ചെയ്യാം. ഒരു രാജ്യത്തിൻ്റെ തെറ്റായ നീക്കം പെട്ടെന്ന് വിവിധ നാവികസേനകൾ തമ്മിലുള്ള യുദ്ധമായി ഒരു പക്ഷേ മാറിയേക്കും. നോസ്ട്രാഡാമസിൻ്റെ കവിതയിലെ ചില ഭാഗങ്ങൾ അനുസരിച്ച് ഒരു കപ്പൽ മുങ്ങുന്ന ദിവസം ലോക രാഷ്ട്രീയത്തെ അത് മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. കപ്പൽ മുങ്ങുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഐറിസ് ദേന എന്ന ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായി ഒരു ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് അന്തർവാഹിനിയിൽ നിന്നും തകർത്തിരിക്കുന്നു. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വസ്തുത കൂടിയാണ്. ഇനി സാമ്പത്തിക പ്രതിസന്ധി ഭീഷണി സ്വാഭാവികമായും യുദ്ധം നിലനിൽക്കുമ്പോൾ അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2026 അമേരിക്ക, UK തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പല പ്രമുഖ ലോക നേതാക്കളുടെയും പതനം അത് നമുക്ക് കാണാൻ സാധിക്കും.